ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുന്നു. സന്നിധാനം മുതൽ നീലിമല വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. തിരക്ക് കുറയ്ക്കാൻ സന്നിധാനത്ത് ഫ്ലൈ ഓവർ വഴി ദർശനത്തിന് കയറ്റിവിടുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. സന്നിധാനത്ത് നിന്ന് കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഇന്നലെ സന്ധ്യയോടുകൂടി ആരംഭിച്ച ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നിരവധി മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. നിലവിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ഫ്ലൈ ഓവർ വഴിയുള്ള ഭക്തജനങ്ങൾ ദർശനം ഒഴിവാക്കിക്കൊണ്ട് നേരെ 18-ാം പടി ചവിട്ടിയാൽ ഉടനെ തന്നെ വലത്തോട്ട് തിരിച്ച് ക്യൂവിലേക്ക് കയറ്റിവിട്ടുകൊണ്ടാണ് അയ്യപ്പന്മാരെ നിലവിൽ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവർ വഴി ദർശനം നടത്തുന്ന സമയത്ത് കൂടുതൽ സമയം വേണ്ടി വരുന്നു. അതായത് ഭക്തർക്ക് ദർശനം നടത്തി പെട്ടെന്ന് തന്നെ സന്നിധാനം വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള സമയം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ടുള്ള ദർശനം നടത്തി വരുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 5000 പേർ എന്നൊരു കണക്കിലാണ് അയ്യപ്പന്മാര് 18-ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു കണക്കാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നും അയ്യപ്പ ഭക്തരുടെ എണ്ണം അത് 1 ലക്ഷം കടക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ തന്നെ 1 ലക്ഷം ഭക്തരാണ് 18-ാം പടി ചവിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയത്. നിലവിലിപ്പോൾ ദർശനം നടത്തിയ അയ്യപ്പന്മാരെ എത്രയും പെട്ടെന്ന് പമ്പയിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സന്നിധാനത്ത് തന്നെ ഭക്തർ തുടരുന്നത് മൂലം നിലവിലിപ്പോൾ സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്ക് അയ്യപ്പന്മാരുടെ എണ്ണം എത്തുന്നു എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ഇത് തന്നെയാണ് താഴത്തേക്കും ക്യൂ വർദ്ധിക്കുന്നതിന് വേണ്ടി കാരണമാകുന്നത്. പോലീസ് ശബരിപീഠം മുതലാണ് അയ്യപ്പന്മാരെ തടഞ്ഞ് നിയന്ത്രണത്തിൽ ക്യൂവിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ക്യൂ തന്നെ നീളുന്നത് ഇപ്പോൾ നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹന ഗതാഗതം അടക്കം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു തിരക്ക് ക്രമീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്.